നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്ട്രോബെറി ഫ്ലേവറിൽ ചെയ്തെടുക്കുന്ന നല്ലൊരു ടേസ്റ്റി പുഡിംഗ് ആണ് കേട്ടോ. നമ്മൾ 3 ലെയറിലേക്ക് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ലെയറിലേക്ക് നമുക്കൊരു കേക്ക് സ്പോഞ്ച് ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കിലേക്കൊക്കെ മുട്ട എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ നമ്മൾ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ പറയുന്ന കപ്പ് അളവ് 250 ml ആണ് 1 കപ്പ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് നമ്മൾ ആ ചേർത്ത് കൊടുത്തൊരു പഞ്ചസാര ഉണ്ടല്ലോ നല്ലപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടണം കേട്ടോ. ആ രീതിയിലാണ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയതാ ഇതുപോലെ ഒന്ന് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ബീറ്ററൊന്നും വേണ്ട കേട്ടോ, ഇതുപോലെ വിസ്ക് വെച്ചിട്ട് അങ്ങ് ചെയ്താലും മതി. എന്നിട്ട് നമ്മളിനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലോർ മിക്സ് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡറും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കേട്ടോ, 1/4 ടീസ്പൂണൊന്നും വേണ്ട, അതിനകത്ത് മതിയേ. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണേ. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു കസ്റ്റർഡിൻ്റെ പൗഡർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് 1.5 സെയിം അളവിൽ തന്നെ നമുക്ക് ആ ഒരു കോൺഫ്ലവർ എടുത്താലും മതി കേട്ടോ. കേക്ക് സ്പഞ്ച് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് തിക്കായിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു പാലിൻ്റെ മിക്സും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് 1/2 കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ചൂടിൽ തന്നെയാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് നമ്മളത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടോടി തന്നെ പെട്ടെന്ന് അങ്ങ് ഒഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഒഴിച്ച ഉടനെ തന്നെ നമ്മളങ്ങ് മിക്സ് ചെയ്തും കൊടുക്കണം കേട്ടോ. ആ ഒരു ചൂട് തട്ടിയിട്ട് കട്ട പിടിക്കാനുള്ള ഒരു ടൈം കൊടുക്കാതെ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. കുറച്ചൊന്ന് ലൂസായ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടുന്നത്. കുഴപ്പമില്ല കേട്ടോ, നമുക്ക് നല്ലപോലെ അങ്ങ് ബേക്കായി കിട്ടും, നല്ല സോഫ്റ്റ് കേക്കുമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിനി ഒന്ന് ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പുഡിംഗ് അല്ലേ ചെയ്തെടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഹൈറ്റ് കിട്ടാത്ത രീതിയിലൊരു ട്രേ ആണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ച് ട്രേ ആണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 35 മിനിറ്റ് ടൈമായിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ കൊടുത്താൽ മതി, നല്ലപോലെ ബേക്കായി കിട്ടും. അല്ല ഇപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 35-40 മിനിറ്റ് ടൈമിൽ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലോട്ട് ഇറക്കി വെച്ച് ചെയ്താൽ മതി. ഇത് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ചെറിയ പീസായിട്ട് നമ്മൾ ആ ഒരു ടോപ്പിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. സൈഡ് പാർട്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ ഇതുപോലുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ട്രേയിലേക്ക് ആ ഒരു ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ ഒരു കേക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ട്രേയിലേക്ക് കേക്ക് പീസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ നനച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അളവിൽ തിളപ്പിച്ചാറിയ പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസർ മിൽക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിൽ എടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സ്ട്രോബെറി സിറപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സ്ട്രോബെറി മിക്സും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സിറപ്പ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സിറപ്പാണ് നമ്മൾ ആ ഒരു കേക്ക് സ്പോഞ്ച് ഒന്ന് നനച്ചെടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഒന്ന് നനച്ച് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കൊടുക്കണ്ട കേട്ടോ, കുറച്ചൊന്ന് മാറ്റി വെക്കണം. ഈ ഒരു സിറപ്പ് നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ ഇത് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കേക്ക് സ്പോഞ്ചൊക്കെ നനച്ച് സോക്ക് ചെയ്യാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാലും 1.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു കോൺഫ്ലവറൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് തിളച്ച ഉടനെ തന്നെ ഒന്ന് തിക്കായി വരുവേ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇതിലേക്ക് 1-2 ഡ്രോപ്പ് ആ ഒരു സ്ട്രോബെറിയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ചൂടോടി തന്നെ നമ്മൾ ആ ഒരു കേക്ക് സ്പോഞ്ചിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയറായിട്ട് കൊടുക്കുന്നുണ്ട്. കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് പുറത്ത് വെച്ച് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ടൈം ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ടാണ് നമ്മൾ ടോപ്പിൽ ലെയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെയറിലേക്ക് നമ്മൾ ചെയ്തെടുക്കുന്ന വിപ്പിംഗ് ക്രീമിലാണ് കേട്ടോ. അപ്പോൾ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പിനകത്ത് മതി കേട്ടോ ക്രീം. എന്നിട്ട് നമ്മൾ എടുക്കുന്ന ട്രേയുടെ സൈസിനനുസരിച്ചാണ് കേട്ടോ വിപ്പിംഗ് ക്രീമിൻ്റെ അളവ് വരുന്നത്. ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ആ ഒരു സ്ട്രോബെറിയുടെ മിക്സ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്തിട്ട് പൈപ്പ് ചെയ്താണ് കേട്ടോ നമ്മളൊന്ന് എടുക്കുന്നത്. അല്ലാതെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു നോസിലും കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓപ്പൺ ടിപ്പാണ് ഞാൻ, ഓപ്പൺ സ്റ്റാർ ടിപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് മൊത്തത്തിൽ നമ്മൾ ആ ഒരു പൈപ്പിംഗ് കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് ഗാർണിഷ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ
പിസ്താഷ്യോ ആണ് എടുത്തിട്ടുള്ളത്. പിസ്താഷ്യോ ആൽമണ്ട്സും എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒരു 4 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞ തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഒരു ബാക്കിയുള്ള സിറപ്പും കൂടെ അങ്ങ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഇത് 4 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കെടുത്ത് നോക്കാവേ. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി പുഡിംഗ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്, നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിറപ്പും കൂടി ടോപ്പിലേക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഫ്രഷ് സ്ട്രോബെറീസൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഫില്ലിംഗ് ആയിട്ടും ടോപ്പിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്